ഇത് ശരിക്കും ഒരു ഹൊറർ എന്ന് നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പാടില്ല. ഇത് കുറച്ച് ടഫാ ചേട്ടൻ. ഞാൻ ഈ ക്ലാസ് ലാബ്സിന്റെ അത് 10,000 തന്നെയാണ് ഞാൻ രാമപ്രഭു എന്ന് വിളിച്ചത്. അതെ, ആനന്ദപുരം എങ്ങനെ രാവണപ്രഭു എനിക്ക് പറ്റും. എല്ലാവും വെച്ചാൽ നല്ല സിനിമ. ഭയങ്കര ശ്രമകരമാണത്. അതുകൊണ്ട് ഇതിനകത്ത് ഭയങ്കര വ്യത്യസ്തമായിട്ട് നായകന്റെ അളിയനായിട്ടാണ്. പുള്ളി സീരിയസ് ആയിട്ടിരിക്കുന്നു. உங்களுக்கு லவ்னு என்ன சார்? அது கொஞ்சம் சொல்ல முடியுது? ലാലേട്ടന് നല്ല വണ്ണം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമുക്ക് സ്നേഹം എന്തെങ്കിലും പറഞ്ഞു ഒരിക്കലുമില്ല. നമുക്ക് അപ്പോഴും ആ അവരുടെ ആക്ടിങ് അല്ലെങ്കിൽ അവർ സ്ക്രീനിൽ കൊണ്ടുവരുന്ന മാജിക്കിലാണ് നമുക്ക് ആ ബിലീഫ് വരുന്നത്. ഹ്യൂമർ അല്ലാത്ത പരിപാടികൾ വരുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്തു തുടങ്ങിയില്ല. ഹിന്ദിയിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അവർക്ക് അറിയുന്ന ഒരു ഫേസ് ഓഫ് മലയാളം സിനിമ എന്ന് അവരിപ്പോൾ അറിയുന്നത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിന്റെ സിനിമകൾ കണ്ടുവരുമ്പോഴത്തേക്ക് അവർ നമുക്ക് റെക്കമെൻഡേഷൻസ് ചോദിക്കും. വെള്ളസാരിയിൽ നിന്ന് കളർ വസ്ത്രങ്ങളിലേക്കും പിന്നെ അവിടുന്ന് ഡിബുക്കിലേക്കും ഒക്കെ വളർന്നിട്ടുണ്ട് മലയാള സിനിമയിലെ പ്രേത സങ്കല്പങ്ങൾ. അവിടേക്ക് കുറെ ചിരി നിറച്ചുകൊണ്ട് എത്തുകയാണ് ഹലോ മമ്മി എന്നുള്ള സിനിമ. സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഷർഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, അദ്രി ആൻഡ് ജോമോൻ എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. എന്റർടൈൻമെന്റും ഹൊററും തമ്മിലുള്ള ഒരു മിഷൻ ഉണ്ടല്ലോ, അത് ഏറ്റവും അവസാനമായിട്ട് കണ്ടത് ഇൻഗോസ്റ്റ് ഹൗസിനിലാണ്. അപ്പം ഇവിടെ വരുമ്പോൾ കുറേ യങ് ആയിട്ടുള്ള ആളുകൾ കുറച്ച് ഹൊറർ കോമഡി ചെയ്യുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ഇതിന്റെ കൺസെപ്റ്റിൽ തന്നെ എന്തെങ്കിലും പുതുമയുണ്ടോ? ഹൊററിനെ ഞാൻ വിളിക്കില്ല. ഹലോ മമ്മി കുറച്ചും കൂടി ഫാന്റസി എലിമെന്റ്സ് ഉള്ള ഒരു ജഗദീഷ് ചേട്ടന് പറയുന്നുണ്ടായിരുന്നു, ഒരു ലൈഫ് ആഫ്റ്റർ ഡെത്ത് എന്നുള്ള ഒരു സാധനത്തിന്റെ വേറൊരു ടേക്കാണ് ഹലോ മമ്മി. അതിൽ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്, ഹ്യൂമറസ് ആയിട്ടുള്ള ഫിലിമാണ്, എന്നാൽ ഒരു പോയിന്റിൽ ഇമോഷൻസിന്റെ ഇൻഫ്ലക്സ് ഉണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ഈ നായകന്റെ കൂട്ടുകാരനിൽ വ്യത്യസ്തത കണ്ടെത്തുക എത്രമാത്രം ശ്രമകരമാണ്? ഭയങ്കര ശ്രമകരമാണത്. അതുകൊണ്ട് ഇതിനകത്ത് ഭയങ്കര വ്യത്യസ്തമായിട്ട് നായകന്റെ അളിയനായിട്ടാണ് ചെയ്യുന്നത്. പുള്ളി സീരിയസ് ആയിട്ടിരിക്കുന്നു. അല്ല, അത് നായകന്റെ കൂട്ടുകാരനല്ല, അളിയനായിട്ടാണ്. കൂട്ടുകാരനായിരുന്നു, നായകന്റെ പെങ്ങളെ പ്രേമിച്ച് കിട്ടി. പക്ഷെ അതൊന്നും കഥയിലില്ല, നമ്മൾ തന്നെ ഒരു സാധനം ഉണ്ടാക്കി, ബാക്ക് സ്റ്റോറി ഉണ്ടാക്കി. പിന്നെ യെസ്, അളിയനായിട്ടാണ്. ഞാനും ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഫിലിമിന്റെ കാര്യത്തിൽ. കാരണം നമ്മൾ സാധാരണ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോൾ ചെയ്യുന്ന കൈൻഡ് ഓഫ് പരിപാടികളോ അല്ലെങ്കിൽ കണ്ടിട്ടുള്ളൊരു പരിപാടികളോ ആയിരുന്നില്ല ഈവൻ ഇതിന്റെ മേക്കിംഗ് പോലും. നമ്മളതിന്റെ കഥ കേൾക്കുമ്പോഴാണെങ്കിലും നമുക്കൊരു ഫ്രഷ്നെസ് ഉണ്ട്. ഇത് എങ്ങനെയായിരിക്കും, ഇതുവരെങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. അത് ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഉപദേശിക്കുന്ന അളിയൻ അങ്ങനെയാണോ? കണ്ടിട്ട് തോന്നിയില്ല, കണ്ടപ്പോ തന്നെ തോന്നിയില്ലേ എന്നൊക്കെ. എക്സാക്ട്ലി. ഷർഫുദ്ദീൻ നായകനായിട്ട് നിൽക്കുമ്പോഴും ഇപ്പോൾ ബോഗൻവില്ല പോലത്തെ ഒരു സിനിമയുടെ അകത്ത് ആ സിനിമയുടെ കഥാപരമായിട്ട് കഥാഗതിയെ മാറ്റുന്ന ഒരു കഥാപാത്രം ഒന്നുമല്ല. എന്നാൽ ഷർഫുദ്ദീൻ വന്നതുകൊണ്ട് അവിടെ ഉണ്ടായ ചിരികളുണ്ട്, മൊമെന്റ്സ് ഉണ്ട്. ഇപ്പോഴും എന്തിനാ അങ്ങനെ ഒരു റോള് പോയി ടേക്കപ്പ് ചെയ്യുന്നത്? അല്ല, അങ്ങനെയുള്ള റോളുകൾ എന്നിൽ നിന്നും മാറരുതെന്നുള്ളൊരു ചിന്തയുണ്ട്. പിന്നെ എനിക്ക് ആ സിനിമയുടെ കഥാഗതിയിൽ ഞാൻ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ചിന്ത ഉണ്ടാവുമല്ലോ, എന്താ സംഭവിക്കുക, ആ ചിന്തയാണ് എനിക്ക് തോന്നുന്നു ഞാനുള്ളത് കൊണ്ട് ആ സിനിമയ്ക്ക് എന്നിൽ നിന്നും സംഭവിക്കാവുന്നത്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ സിനിമയിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ ഹാപ്പിയാണ്. ജോ, ഇപ്പൊ നമ്മൾ നേരത്തെ ജഗദീഷ് ചേട്ടനോട് സംസാരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞിരുന്നു കോമഡി ആയിട്ട് പേടി അഭിനയിച്ച് കാണിക്കുമല്ലോ, കൊമേഡിയൻസ് പേടി അഭിനയിച്ച് കാണിക്കുമല്ലോ പ്രേതം വരുമ്പോഴൊക്കെ. അത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യം ചെയ്ത് വലിപ്പിക്കാൻ എന്നുള്ളത്. ജോൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, ഇതില് പേടിക്കുന്ന സീനുകൾ ഉണ്ടെങ്കിലും നാച്ചുറലി നമ്മൾ പേടിക്കൂലേ, അങ്ങനത്തെ സംഭവങ്ങളെ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് വലിയ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല പേടി അഭിനയിക്കുന്നതൊന്നും. അന്ന് പറഞ്ഞിരുന്നു നായകനായിട്ടുള്ള പടമൊക്കെ ഞാൻ സൂക്ഷിച്ചെടുക്കുള്ളൂ എന്നൊക്കെ. എന്നിട്ട് പിറ്റേ 2 ദിവസം കഴിഞ്ഞിട്ട് നായകനായിട്ടൊരു പടം അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഞാൻ ഓൺലൈൻ കേട്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ സ്ക്രിപ്റ്റ് ഫുള്ള് കിട്ടിയിട്ടില്ല. അത് ഫുള്ള് വായിച്ചിട്ട് ഇപ്പോഴും കിട്ടിയിട്ടില്ലേ? അത് എഴുതിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കിട്ടിയിട്ട് ഓക്കെ. ഷർഫുദ്ദീൻ ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താ? ഇങ്ങനെ തന്നെ നിലനിന്ന് പോകണം, അതോ അതിനേക്കാൾ മുകളിൽ പോകണം? ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യത്തിൽ നിലനിന്ന് പോകുന്നതും ഒരു സുഖമാണ്, അതിനപ്പുറത്തേക്ക് അതിന് മുകളിലും ഉണ്ടല്ലോ, മാസ് ഹീറോ, സൂപ്പർ സ്റ്റാർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. എന്താ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? ഇതൊക്കെ ഒന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളും റിലീസ് ആവാനുള്ള സിനിമകളും എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ എത്തുമ്പോൾ അടുത്ത ചിന്തയിലേക്ക് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതെ, ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു പ്ലാനോ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകൾ വർക്കാവണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. പിന്നെ തീർച്ചയായും എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കും, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കും.
ഇപ്പോൾ ഒരു ആക്ടർ അറ്റൈൻ ചെയ്യേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ, ഒരു ബെറ്റർ ടുമാറോയ്ക്ക് വേണ്ടി നിങ്ങളെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. ഇത് ഈസി ആയിട്ട് വരുന്നുണ്ടോ ഒരാൾക്ക്? എനിക്ക് പറഞ്ഞതിൽ ഡിസിപ്ലിൻ എന്നുള്ളത് നമ്മൾ സെറ്റിന്റെ ഫങ്ഷൻസിനെ ഇന്ററപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്യുന്നതും ഇപ്പൊ എനിക്ക് പരിചയമുള്ള കുറച്ച് ആക്ടേഴ്സ് ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ട്, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്, അവരുടെ താല്പര്യങ്ങളാണ്. എനിക്കിതിൽ താല്പര്യമുള്ളതുകൊണ്ട് എനിക്കിത് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ അത് മാത്രമാണ് കറക്റ്റ് വേ എന്നുള്ളതും പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് എ മോർ അക്സെപ്റ്റഡ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഫോർമാറ്റാണ്. ബട്ട് ഡസൻ മീൻ ദാറ്റ് നമുക്ക് ലാലേട്ടന് നല്ല വണ്ണം ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, നമുക്ക് സ്നേഹം എന്തെങ്കിലും പറഞ്ഞു? ഒരിക്കലുമില്ല. നമുക്ക് അപ്പോഴും ആ അവരുടെ ആക്ടിങ് അല്ലെങ്കിൽ അവർ സ്ക്രീനിൽ കൊണ്ടുവരുന്ന മാജിക്കിലാണ് നമുക്ക് ആ ബിലീഫ് വരുന്നത്. ഞാനിത് ചെയ്യാറുണ്ട് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ. ചില സമയത്ത് ഐ ലെറ്റ് ലൂസ് ഓൾസോ. ഒരുപാട് സ്വീറ്റ്സ് ഇഷ്ടമുള്ള ആളാണ്. ചില സമയത്ത് എനിക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം എന്ന് തോന്നിയാൽ ഞാനത് ചെയ്യും. ബട്ട് അത് കൂടിപ്പോയി എന്ന് തോന്നുന്ന സമയത്ത് ഐ കം ബാക്ക് ടു ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ വരാറുണ്ട്. ഞാൻ പെട്ടെന്ന് നിങ്ങളെ ഒരു റൗണ്ടിലേക്ക് കൊണ്ടുപോകാണ്, നിങ്ങളുടെ ഒരു എനർജി ഇല്ലാത്ത അവസ്ഥയെ കളയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ പേര് വാട്ട്സ് ഇൻ കോമൺ എന്നാണ്. അതായത് ഒരേ സ്റ്റോറി ലൈനുള്ള അല്ലെങ്കിൽ ഒരു സിനിമയുടെ അകത്ത് വരുന്ന എന്തെങ്കിലും സെയിം ആയിട്ടുള്ള 2 സിനിമകളിൽ വരുന്ന എലമെന്റ് ഞാൻ പറയും. അത് ഏതൊക്കെയാണ് ആ 2 സിനിമകളെന്ന് നിങ്ങൾ പറയണം. അപ്പോൾ ഐശ്വര്യലക്ഷ്മി അദ്രിയുമാണ് ടീം എ, പിന്നെ ഷറഫുദ്ദീനും ജോയുമാണ് ടീം ബി. അപ്പോൾ ഞാൻ അതൊരു ട്രയൽ കാണിക്കാം. അതിനെ വെച്ച് ഞാൻ ട്രയൽ കാണിക്കാം. അതിന് ടീമിനെ വെച്ച് ഞാൻ ട്രയൽ കാണിക്കാം. ഓക്കെ, ടീം എക്ക് വേണ്ടിയിട്ടുള്ള ട്രയലാണ്. ടീം എ ടീം ജെ. കാമുകനെ കാണാൻ വേണ്ടി വന്ന് ലോഡ്ജിൽ ട്രാപ്പ് ആവുന്ന നായിക, കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി സൈക്കോക്കൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന നായിക. 2 സിനിമകളുണ്ട്. വീട്ടിൽ ട്രാപ്പ് ആവുന്ന സൈക്കോയോടൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന നായിക, കാമുകനൊപ്പം ഒളിച്ചോടാൻ ഇറങ്ങി പുറപ്പെട്ട്. വീട്ടിലാണോ ഹോസ്റ്റലിലാണോ? സൈക്കോ ഉണ്ട് അതിന്. സൈക്കോയോടൊപ്പം വീട്ടിൽ ട്രാപ്പ് ആവുന്ന സൈക്കോ കുടുംബവും സൈക്കോയും അതിന്റെ ഒപ്പം വീട്ടിലങ്ങനെ ട്രാപ്പായി. ഞാനാണോ വരത്തനാണോ? ഇതാണ് നമ്മുടെ ഒരു മോഡ്. തുടങ്ങാം നമുക്ക്. ഓക്കെ, ആദ്യം നമുക്ക് ടീം ജയിൽ പിടിക്കാം. അനിയന് വേണ്ടി സ്പോർട്സ് മീറ്റിൽ ഓടി ജയിക്കുന്ന ചേട്ടൻ മരിച്ചതറിഞ്ഞിട്ടും പാട്ടുപാടി കല്യാണം നടത്തുന്ന അനിയൻ. സ്പീഡ് ട്രാക്ക്. മറ്റേത് ഇത് നമ്മുടെ രാമകഥാഗാനലയം ഭരതം. ഒരു പോയിന്റ്, ഇത് കുറച്ച് ശ്രദ്ധിക്കണം. ടൂറ് പോകുന്ന പെൺകുട്ടികൾക്കൊപ്പം വരുന്ന നായകൻ പ്രേതം, നായകനൊപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം. നായകനൊപ്പം ഇഡ്ലിയും സാമ്പാറും കഴിക്കുന്ന പ്രേതം അപരിചിതൻ. അത് അപരിചിതൻ. ഏത്? ഇഡ്ലി സാമ്പാറും ആദ്യത്തെ അപരിചിതൻ. നായകനൊപ്പം ഇഡ്ലി സാമ്പാറും കഴിക്കുന്ന പ്രേതം മേഘ സന്ദേശം. ഓ അരെ വാ, കണ്ണിങ് ആണ്. 1-1. അടുത്തത്, ഇല്ലത്തെ നമ്പൂതിരിയെ കൊല്ലാൻ വരുന്ന മുസ്ലിം യുവാവ്, ഇല്ലത്തെ നമ്പൂതിരിയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചു വരുന്ന മുസ്ലിം യുവാവ്. ഓക്കെ, മറ്റേത് പാട്ട് പറഞ്ഞ പടം. പാട്ട് പറഞ്ഞ എടാ ഇതിലോട്ട് പാട്ട് പറഞ്ഞു മറ്റേ ഇത് പാട്ട് സുലൈമാനേ. അതന്നെ അറിയാം. ഒരു പാസിംഗും ഇല്ല, ഞങ്ങൾക്ക് കാര്യം അറിയാം. പിന്നെ ഉദയപുരം സുൽത്താൻ. 2-1. അടുത്തത്, ഇത് കുറച്ച് ടഫാ. റിയാലിറ്റി ഷോയിലേക്ക് മകനെ പറഞ്ഞുവിട്ട് സ്വന്തം ആഗ്രഹങ്ങൾ മകനിലൂടെ നേടുന്ന നായകൻ, എൻട്രൻസിന് തോറ്റ് റിയാലിറ്റി ഷോയിലേക്ക് പോയതിന് മകനെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്ന സബാഷ്. 2-2. അടുത്തത്, ഇത് ഇത്തിരി ടഫാ. 3 പേരെ പ്രേമിച്ച് 3-ാം പ്രേമം സക്സസ് ആവുന്ന ഇവന്റ് പ്ലാനർ ആയ നായിക, 3 പേരെ പ്രേമിച്ച് 3-ാം പ്രേമം സക്സസ് ആവുന്ന കഫേ ഓണർ. പ്രേമം ജൂൺ. ഓ സെറ്റ്. 2-2. അടുത്തത്, 50,000 ഒപ്പിക്കാൻ നെട്ടോട്ടം ഓടുന്ന നായകൻ, കാറിന് മുകളിൽ വെച്ച ഷൂവിന് നേരെ ഓടി ബസ് ഇടിക്കുന്ന നായകൻ. 50,000 രൂപ ഒപ്പിക്കാൻ നെട്ടോട്ടം ഓടുന്ന നായകൻ. ഓക്കെ, 3 നേരം. അത് 10,000 രൂപ. അത് 25,000. അത് 25,000. 25,000.
പാസ്പോർട്ടിനൊപ്പം പുഴയിലെ ചുഴിയിൽ പോകുന്ന നായകൻ, പുഴക്കടിയിൽ നിന്ന് വാറ്റുചാരവുമായി പൊന്തുന്ന നായകൻ. നരൻ ആ എന്ന് നിന്റെ പോയി. ഓ 3-3. കരച്ച് സംഭവങ്ങൾ മുൻകൂട്ടി കണ്ട് പത്രമടിക്കുന്ന പത്രാധിപർ, അച്ഛൻ മരിച്ചപ്പോൾ പത്രാധിപരായ നായിക. പത്രം ന്യൂഡൽഹി. ഓ പൊളിച്ച്. സബാഷ്. പത്രം എനിക്കറിയാം. ഇല്ലാത്തത് കഴിഞ്ഞു. ലാസ്റ്റ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ പ്രാഗൽഭ്യമുള്ള ബോംബെ ഡോൺ, ദംഷറാട്സ് കളിക്കുന്ന ബാംഗ്ലൂർ ഡോൺ. ഹായ് ആവേശവും പ്രഭു ആവേശം. അയ്യോ അവരുടെ അല്ലല്ല ആവേശവും ഇതും ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ 6ാം നമ്പറാണ്. 6ാം നമ്പർ. യെസ്, കൺഗ്രാലേഷൻ. അങ്ങനെ ഇത് 4-4 ടൈ ആയിരിക്കും. 6 നമ്പർ പറ്റും. ആറാം നമ്പർ തന്നെയാണ് ഞാൻ രാമപ്രഭു എന്ന് വിളിച്ചത്. അതെ 6ാം നമ്പർ. ആരാധനപുരാൻ എങ്ങനെ രാവണപ്രഭു എനിക്ക് പറ്റും. ഈ ഇല്ലത്തിതുമ്പതുകൊണ്ട് ഇതില് ലവ് എന്ന് പറയുന്ന കാര്യത്തിന് ഷർഫുദ്ദീൻ കൊടുക്കുന്ന ഡെഫിനേഷൻ എന്താ? കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് കിട്ടുന്നതാണോ അതോ നമ്മൾ കറക്റ്റ് ആവുന്നതാണോ? വിജയ് സേതുപതിയോട് ചോദിച്ച ചോദ്യം കേട്ടോ. വിജയ് സേതുപതി പറഞ്ഞു വൈറലായ ഉത്തരവ് അയ്യോ, എനിക്കറിയില്ല. ഉത്തരം പറയട്ടാ. ഓക്കെ 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 ഓക്കെ. ലവ് ലവ് എന്ന് വെച്ചാൽ എന്താ ഡെഫിനേഷൻ? உங்களுக்கு லவ் என்ன சார்? அது கொஞ்சம் சொல்ல முடியுமா? അയ്യോ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളൊരാൾക്ക് വേണ്ടി കറക്റ്റ് ആയ ആളാണോ? 12 ഇന്റർവ്യൂ ഇത് അസൽ കൊളാറ് പറഞ്ഞു ഉത്തരം. അത് അസൽ കൊളാറ് പറഞ്ഞു. ഇവനെല്ലാം തലേദിവസം ഇന്റർവ്യൂ പറയും. നമ്മൾ നല്ല ലവബിൾ ആയിട്ടിരിക്കുക, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയല്ലേ, അതാണ്. ഓക്കെ, അതായിരിക്കും. അതാണ് ലവ് എന്ന് പറയുന്നത്. അതെ. അതിരി പറയും. ലവ് അല്ലേ? യെസ്. വളരെ അപരിചിതമായ ഒരു ടോപ്പിക്കാണ് എന്നെ സംബന്ധിച്ച്. പക്ഷേ അതെന്താ? അറിയുന്നുണ്ടല്ലോ. വിഷയം പക്ഷേ ഇൻഡിവിജ്വാലിറ്റിയെ പരസ്പരം സ്നേഹിക്കാൻ പാകത്തിന് നമ്മൾ വളരുക എന്നുള്ളതാണ്. ഇൻഡിവിജ്വാലിറ്റി എന്നതിനെ റെസ്പെക്ട് ചെയ്യാൻ പാകത്തിന് പരസ്പരം വളരുക അതാണല്ലോ എന്നുള്ളതായിരിക്കും. യെസ്. ഐശ്വര്യലക്ഷ്മി എന്താണല്ലോ? ഈ പറഞ്ഞതിനോടുള്ള ഒരു അഡീഷനാണ്, നമ്മൾ എന്താണോ അതിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ എന്താണോ അതിലേക്ക് ഒരു ആഡ് ചെയ്യാൻ പറ്റുക, മറ്റൊരാൾക്ക് നമ്മളും ആഡ് ചെയ്യാൻ പറ്റുക. അവരുടെ പ്രശ്നങ്ങളിൽ എക്സ്ട്രാ പ്രശ്നമാവാണ്ടിരിക്കുക, അവരുടെ സന്തോഷങ്ങൾക്ക് എക്സ്ട്രാ ഒരു സന്തോഷം കൊടുക്കാൻ പറ്റും. ഫോർ മീ ദാറ്റ് ഇസ് ലവ്. ജോ പറയും. ജോന്റെ ഉത്തരം എനിക്ക് കേൾക്കണം. എനിക്ക് മനസ്സിലായില്ല, ഒന്ന് പറയൂ. ലവ് എന്ന് വെച്ചാൽ അരെ മലയാളം പറയാനല്ലോ, ഒരു കൈ കൈവരിക്കുന്ന പറയുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ മലയാളം പറയാനല്ല, എന്റെ ഇന്റർവ്യൂ നശിപ്പിക്കാൻ. ലവ് ലവ് എന്ന് വെച്ചാൽ എന്താ? എല്ലാം ലവ് ആണ്. ഷൈൻ ടോമിന്റെ നല്ല സിനിമ. ഷൈൻ ടോമിന്റെ നല്ലൊരു സിനിമയാണ്. സ്നേഹം പരസ്പരം, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക, അത്രേ ഉള്ളൂ. ഞങ്ങള് പറഞ്ഞ പോലെ വലിയ വലിയ വാക്കുകൾ എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക എന്നുള്ളതല്ല, വേറൊന്നും അറിയില്ല. പ്രേമമാണ് അഖില സാലമൊഴി. നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കുക. ഷറഫുദ്ദീൻ, ഇപ്പോൾ ഒരു ഹൊറർ സ്റ്റോറിയുടെ അകത്ത് ഈ ഹൊറർ എലമെന്റിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടാവില്ല. ഇപ്പൊ കാഞ്ചനയില് ശരത് കുമാർ നല്ല കിടിലൻ മനുഷ്യനായിരുന്നു, ആൾ മരിച്ചുപോയി. അതുകൊണ്ടാണ് നമുക്കൊരു ഫീൽ വരുന്നത്. അല്ലെങ്കിൽ ആകാശാങ്കി യക്ഷിയെ ചവിട്ടിത്തഴുത്തി കൊന്നു, നമുക്കൊരു ഫീൽ വരൂല അതിനോട്. നമുക്ക് അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഹലോ മമ്മിക്കുണ്ടോ? മമ്മിയുടെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. മമ്മിക്ക് എന്താണ് ഒരു സെന്റിമെന്റൽ ആയിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു, അല്ല അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഇത് ശരിക്കും ഒരു ഹൊറർ എന്ന് നമ്മൾ അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയാൻ പാടില്ല. ഫാന്റസി ജോണറാണ്. ഫാന്റസി ജോണറിലാണ് അത് നിൽക്കുന്നത്. ഇതിങ്ങനെയാണെങ്കിൽ എന്ത് രസമായിരിക്കും എന്ന് പറയുന്ന സ്ഥലത്താണ് അത് നിൽക്കുന്നത്. എന്ത് രസമായിരിക്കും, രസമാണ്, പേടിയല്ല, എക്സൈറ്റ്മെന്റ് അതാണ് ഇതിലൊരു അവസ്ഥ. അതല്ലാതെ വളരെ നോർമലാണ്. ഇതിൽ ബാക്കിയുള്ള പരിസരമൊക്കെ ബ്രോ ഉദ്ദേശിച്ച് എനിക്ക് മനസ്സിലായി. അതിന്റെ ഉത്തരം കുറച്ചും കൂടി ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഡീറ്റെയിൽ റിവീലിംഗ് ആയി. ഇപ്പൊ നിങ്ങളെപ്പോഴെങ്കിലും ഈ സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് എടുക്കുന്ന അവരെടുക്കുന്ന ചില എക്സ്ട്രാ എഫേർട്സ് ഉണ്ടല്ലോ. ഇപ്പൊ കമൽഹാസൻ സാറ് നമ്മുടെ അപൂർവ സഹോദരങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം 3 അടി കുഴിച്ചിട്ടാണ് നടക്കുന്നത്. സോ ദാറ്റ് അത് ഹൈറ്റ് കുറഞ്ഞ ആളായിട്ട് തോന്നും. അല്ലെങ്കിൽ 3-4 മണിക്കൂർ കാലുകൾ കെട്ടിവെച്ചിട്ടാണ് നടക്കുന്നത്. സോ ദാറ്റ് ആ കഥാപാത്രം പൂർണ്ണത കിട്ടും. അന്ന് CG ഇല്ല. അംബേദ്കറിന് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മണിക്കൂർ ഒരു UK ട്യൂട്ടറിനെ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള എഫേർട്സിനെ പറ്റി വായിക്കോ, മനസ്സിലാക്കുവോ, അല്ലെങ്കിൽ അത് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുമോ? അങ്ങനെ കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് ഉണ്ടോ? ക്യാരക്ടറിന്റെ പ്രോഗ്രാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കേണ്ടി വരും. അതങ്ങനെയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനത്തെ എഫേർട്ട് ഇടണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് എഫേർട്ട് ഇട്ട് അത് കുറച്ചും കൂടി അത് പെർഫെക്റ്റ് ആക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ അവസ്ഥ. അതിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുക, ഉദ്ദേശിക്കുന്ന കഥാപാത്രത്തെ ഏറ്റവും ചേർന്ന് നിൽക്കുക. നമ്മൾ എന്താ ചെയ്യുക, ഒരു വയലിനിസ്റ്റിൻ്റെ കഥ പറയാൻ അയാളുടെ ആ ജേർണിയാണ് ഫുള്ളി പറയുന്നതെങ്കിൽ ആക്ടർക്ക് വയലിനിൽ എന്തെങ്കിലും ഒരു പരിപാടി അറിയണം. അതാണ് അതിൻ്റെ ഐശ്വര്യ. ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന ഹാർഡ് വർക്ക് എന്താണോ, ഹോം വർക്ക് എന്താണോ അത് ചെയ്യണം.
അത് ചെയ്യാണ്ട് നമുക്ക്, അതായത് നമ്മുടെ ക്യാരക്ടറിന്റെ ആട്രിബ്യൂട്ട്സ് ആസ് എൻ ആക്ടർ നമുക്കും സെക്കൻഡ് നേച്ചർ ആയിരിക്കണം. അത് പഠിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ, അങ്ങനത്തെ റോളുകൾ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. വന്നാലും അല്ല, ആക്ച്വലി ഈ പറയുന്ന പോലെ എല്ലാ കഥകളും എന്താ പറയുക, ഇപ്പോൾ കമലഹാസൻ സാർ എടുത്തതാണെങ്കിലും ലാലേട്ടൻ ചെയ്തിട്ടുള്ളതാണെങ്കിലും എല്ലാ കഥകളും നമ്മളും കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ കുറച്ചുകൂടി സിനിമയിലേക്ക് അടുപ്പിക്കുന്നതും അങ്ങനത്തെ കഥകൾ തന്നെയാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ സച്ച് പരിപാടി, എടുക്കാൻ തയ്യാറുമാണ്. ജോ, ഈ ആക്ഷൻ പറഞ്ഞാൽ ജോ കഥാപാത്രമാവും, കട്ട് പറഞ്ഞാൽ സാധാരണ അവസ്ഥയിലേക്കാവുകയും ചെയ്യും. അതല്ലാതെ ഫുൾ ടൈം കഥാപാത്രമാവുന്ന ഈ മെത്തേഡ് ആക്ടിങ് പോലത്തെ വേഷങ്ങളൊക്കെ വരുന്നുണ്ടോ? ഹ്യൂമർ അല്ലാത്തത്? ഹ്യൂമർ അല്ലാത്ത പരിപാടികൾ വരുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്തു തുടങ്ങിയില്ല. ഇങ്ങോട്ട് 1-2 പരിപാടികൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, ഹ്യൂമർ അല്ലാതെ ക്യാരക്ടർ പരിപാടി. അപ്പോൾ അതിലോട്ടൊന്നും പോയിട്ടില്ല. ഇപ്പം മെയിനായിട്ട് ഹ്യൂമർ പരിപാടികളാണ്. പോകെ എനിക്കും അങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. ത്രൂ ഔട്ട് ഒരു ക്യാരക്ടറാണല്ലോ, അതായത് കോമിക് റിലീഫിനായിട്ട് പോലും വരുന്നല്ല, അയാളിലൂടെയാണ് കഥ. ഞാൻ ഇന്ന് ജോമോനോട് പറയായിരുന്നു, ജോമനെ വാഴയുടെ സെക്കൻഡ് ഹാഫിൽ നീ കരയുന്ന കാണാനായിരുന്നു എനിക്ക് കുറച്ചുകൂടി ഫ്രഷ്നെസ്സും ഭയങ്കര രസവും ഫീൽ ചെയ്തത്. ഭയങ്കര രസം ഉണ്ടായിരുന്നു ഞാൻ പറയായിരുന്നു. കഥകളിലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള നെറേറ്റീവുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പുറത്തുനിന്നുള്ള എൻകറേജ്മെന്റ് ഉണ്ടല്ലോ, പാണ്ഡ്യ കശ്യപൊക്കെ പണിയെ പറ്റി എഴുതുന്നതൊക്കെ. ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സ്വയം ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കാനോ ഹെൽപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, കലാകാരന്മാരെന്നുള്ള രീതിയിൽ? നമ്മുടെ ഇൻഡസ്ട്രീനെ കുറിച്ച് ഇത്ര നല്ല പേരുള്ളതിനെ കുറിച്ച് എവിടെ ചെന്നാലും കേൾക്കുന്നതിൽ ഭയങ്കര സന്തോഷം, അഭിമാനം ഉണ്ടാവും. ഇത്തരത്തിൽ ഉള്ള സിനിമകൾ ചർച്ച ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സിനിമയുടെ ഭാഗമാവണം, അതിനുവേണ്ടി വർക്ക് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നമുക്ക് തോന്നാറുണ്ട്. ഈ നേരമല്ലാതെ വേറെ തമിഴ് സിനിമയിലൊന്നും? ഞാനിപ്പോൾ ഒരു തമിഴ് സിനിമ ചെയ്തിട്ട് അത് റിലീസാകാൻ പോവുകയാണ്. ഓ നൈസ്. നവംബർ 29 റിലീസ്. പേര് പറയാൻ പറ്റും? സ്വർഗവാസം. ഞാൻ ആൻസർ പറയുന്നത്, എനിക്ക് എല്ലാ ആൻസറും അറിയാം. ഐശ്വര്യലക്ഷ്മി, ഈ ബോൾഡായ നായികയുണ്ടല്ലോ, അതിൻ്റെ ഒരു നല്ലൊരു പുതിയ വേർഷനായിരുന്നു മായാനദി. അതിനുശേഷം പക്ഷെ അതിൻ്റെ തന്നെ പതിപ്പുകൾ ബോധപൂർവം ഐശ്വര്യലക്ഷ്മി പതുക്കെ കുറച്ച് വന്നു. ഇപ്പോൾ കാട്ടുകുസ്തിയിലൊക്കെ വളരെ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു വേർഷൻ അല്ലേ കൊണ്ടുവന്നത്. അങ്ങനെ ഒരു കാര്യത്തിൽ ലോക്ക് ആവണ്ട, സ്റ്റീരിയോ ടൈപ്പ് ആവണ്ട എന്നൊരു കോൺഷ്യസ് ഡിസിഷൻ ഉണ്ടായിരുന്നോ? ഞാൻ ആ സമയത്ത് എനിക്ക് ബോൾഡ് ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് കിട്ടിയിരുന്നു. അപ്പം എന്റെ പേഴ്സണാലിറ്റി ട്രീറ്റ് അല്ല, ആ ക്യാരക്ടറിന്റെ പേഴ്സണാലിറ്റി ട്രീറ്റ് ആണ്. അവർ ബോൾഡ് ആണ്, അല്ലെങ്കിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളും അവർ പറയുന്ന ഡയലോഗ്സ് എല്ലാം ക്യാരക്ടറിന്റെ സ്വന്തമാണ്, എൻ്റെ അല്ല. അതിൽ നിന്ന് ഞാൻ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഇപ്പൊ പൂങ്കുഴലി എന്ന് പറയുന്നത് ഒരുപാട് കാലം മുന്നത്തെയാണ്, പക്ഷെ ആ സമയത്തും ഫ്രീഡം ഒരുപാട് എൻജോയ് ചെയ്തിരുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഡിസിഷൻസും ഒരു സീ തുഴഞ്ഞു കിടക്കുന്ന ഒരു പെണ്ണായിട്ടുള്ള തോണിക്കാരിയാണ്, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഗാട്ടാ ഗുസ്തിനെ, അതായത് ഒരു ആക്ടറായിട്ട് നമ്മൾ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആവുമ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറി വരുമ്പോൾ ഇതും ചെയ്യാൻ എനിക്ക് പറ്റുമായിരിക്കും, അല്ലെങ്കിൽ പറ്റും എന്നുള്ള കോൺഫിഡൻസിൽ എടുക്കുകയും ഡയറക്ടർ പറയുന്നത് അനുസരിച്ചാൽ മതി. അതാണ് ഞാൻ പഠിച്ചൊരു ട്രിക്ക്. ഡയറക്ടർ പറയുന്നത് നന്നായിട്ട് അതിനോട് സറണ്ടർ ചെയ്ത് അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ ക്യാരക്ടറിനോട് നീതി പുലർത്താൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോയി ഹീറോയിന്റെ അടുത്ത് ചോദിക്കുകയാണല്ലോ, ഇവരെന്നെ പ്രേമിക്കാൻ അറിയോ, ഒന്ന് പ്രേമിച്ചാലോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ സമയത്ത്. അതും ഡയറക്ടർ പറയുന്നത് ചെയ്യുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സോ ബേസിക്കലി എന്റർടൈനിങ് ആയിട്ടുള്ള സിനിമകളുടെ ഭാഗമാകണം എന്നുള്ളത് ഒരു കോൺഷ്യസ് ഡിസിഷൻ ആണ്. ഹലോ മമ്മി ഒരു കോൺഷ്യസ് ഡിസിഷൻ ആണ്. മനസ്സിലാഗ്രഹം വന്നു തുടങ്ങിയിരുന്നു. മറ്റത് വേറൊരു ഐഡിയ ആയിരുന്നു. എനിക്ക് നല്ലൊരു ബെറ്റർ ആക്ടർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഐഡിയയിൽ ഞാൻ അമ്മു എടുത്തിട്ടുണ്ട്. ഗാർഗിയിലെ ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട്. ഗാർഗി അത് ഇമോഷണൽ ഡിസിഷൻസ് ആണ്. ഗാർഗി ഫുള്ളി ഇമോഷണൽ ഡിസിഷൻ ആണ് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. അതിൽ ഇപ്പം നമുക്ക് മലയാളം എന്തെങ്കിലും റൈറ്റ്സ് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതിലുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ള ഒരു ഐഡിയയിൽ ഞാൻ അങ്ങോട്ടേക്ക് പറയുന്നതാണ് ആ റോള് ഞാൻ ചെയ്യാം എന്നുള്ളത്. ആൻഡ് പ്ലസ് ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് ദാറ്റ് ഫിലിം. ഓരോ സമയത്തും നമ്മുടെ ഓരോ ചിന്തകൾ മാറും, അത് ബേസ് ചെയ്ത് ഡിസിഷൻസ് മാറും, അങ്ങനെ ചെയ്യുന്നതാണ്. ഓരോ സമയത്ത് സിനിമ ഡിസ്കഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ തമിഴ് സിനിമയുടെ കൂടി ഭാഗമാണല്ലോ ഐശ്വര്യലക്ഷ്മി. അപ്പോൾ അവരിങ്ങനെ നമ്മുടെ മലയാള സിനിമ ഇവോൾവ് ചെയ്ത രീതി, അല്ലെങ്കിൽ ശ്രീ മമ്മൂട്ടിയുടെ ഇപ്പോൾ ബ്രഹ്മയുഗവും കണ്ണൂർ സ്കോഡും ഒക്കെ വല്ല കാതലൊക്കെ വ്യത്യസ്തമാവുന്നതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ അടുത്താണ് അതിന് ഏറ്റവും ഇപ്പം മമ്മൂക്കയുടെ തെരഞ്ഞെടുപ്പുകളെ പറ്റിയിട്ടൊക്കെ ഈ അടുത്താണ് ഏറ്റവും അധികം സംസാരിക്കുന്നത്. അപ്പം ഇത് പേഴ്സണലിയും കൂടി അവിടുത്തെ ആർട്ടിസ്റ്റുകളോട് ഡയറക്ടേഴ്സോ ഐശ്വര്യലക്ഷ്മിയോടും കൂടി പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരും സംസാരിക്കാറുണ്ട് മലയാളത്തിൽ നിന്ന് വരുന്ന സിനിമകളെ പറ്റിയിട്ട്. ഇപ്പോൾ ഹിന്ദിയിലുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോഴും അവർക്ക് അറിയുന്ന ഒരു ഫേസ് ഓഫ് മലയാളം സിനിമ എന്ന് അവരിപ്പോൾ അറിയുന്നത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിൻ്റെ സിനിമകൾ കണ്ടുവരുമ്പോഴത്തേക്ക് അവർ നമുക്ക് റെക്കമെൻഡേഷൻസ് ചോദിക്കും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പഴയ 80s 90s സിനിമകളുടെയും പേര് പറഞ്ഞു കൊടുക്കും, ഇതും കൂടി കണ്ടു നോക്കൂ എന്നുള്ള രീതിയിൽ. നമുക്ക് സന്തോഷമാണല്ലോ, നമ്മൾ കണ്ടു വളർന്ന സിനിമകൾ, നമ്മൾ ആരാധിക്കുന്ന ഫിലിം മേക്കേഴ്സിൻ്റെ സിനിമകൾ, അതൊക്കെ കാണുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ തൂവാനത്തുമ്പികളെ കാണിച്ചായിരുന്നു. എന്നിട്ട് ആ സ്കോറിൽ പുള്ളി കുറെ കാലം ഭയങ്കര ഇഷ്ടപ്പെട്ട് നടന്നിരുന്നു.
പ്രത്യേകിച്ച് ഇപ്പൊ ഹിന്ദി സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അവര് ഒരുപാട് സോങ്സ് റീമേക്ക് ചെയ്യുന്ന സമയം. അപ്പൊ അവർക്ക് അങ്ങനത്തെ സോങ്സേ കിട്ടുന്നുള്ളൂ. അപ്പോഴാണ് ഇവിടെ നമ്മൾ പണ്ടുകാലം മുതൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഫുൾ ഐക്കോണിക് ആയിട്ടുള്ള ഫിലിമിന്റെ സ്കോർ ആണെങ്കിലും അതെ, പാട്ടുകളാണെങ്കിലും അതെ, എത്ര കേട്ടാലും മതി വരാത്ത പോലത്തെ സംഭവങ്ങളാണ്. എല്ലായിടത്തും ഡിസ്കഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ ജഗദീഷ് ഏട്ടന്റെ കൂടെ അഭിനയിക്കുകയാണ്. ഞങ്ങൾക്കറിയാം ഹലോ മമ്മിയിൽ പുള്ളി എന്താ ചെയ്തതെന്ന് അറിയാം. ഞാൻ കൂടെ വർക്ക് ചെയ്ത ആക്ടറാണ്. ഞാൻ കിഷ്കിന്ദാകാന്ഡം കാണുമ്പോൾ പുള്ളി വേറൊരാളാണ്. വേറെ സിനിമകൾ നോക്കുമ്പോൾ പുള്ളി വേറൊരു ടൈപ്പ് ഓഫ് ആക്ടിങ് ആണ് കാഴ്ചവെക്കുന്നത്. ഇത്രയും കാലമായിട്ട് ആ പാഷൻ അവർക്ക് നശിച്ചു പോകാത്തതില്ല. അല്ലെങ്കിൽ കുറെ സിനിമയായി ചെയ്തിട്ട് ഇനി ഇപ്പൊ എന്തിനാ അങ്ങനത്തെ ചിന്തയൊന്നും വരുന്നില്ല. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് അല്ലേ? അങ്ങനെയുള്ള ആക്ടേഴ്സ് അവരാണല്ലോ നമ്മളെ ലീഡ് ചെയ്യുന്നത്. ഈ പെറ്റ് ഡിറ്റക്റ്റീവ് ഉൾപ്പെടെയുള്ള സിനിമകൾ നിർമ്മിക്കാനൊക്കെ ഉള്ള തീരുമാനം ഉണ്ടല്ലോ, അത് അടുത്ത സ്റ്റെപ്പിലേക്ക് അല്ലെങ്കിൽ അടുത്ത ഒരു ഇത് പൊളിച്ചിട്ട് അടുത്ത ലെവലിലേക്ക് അടുത്ത സ്റ്റേജിലേക്ക് പോവാ, അങ്ങനെയാണ്? പൊളിച്ചിട്ടൊന്നും ചെയ്യണം. ഞാൻ അതിനു മുമ്പ് ഒരു സിനിമ ചവിട്ടെന്ന് പറഞ്ഞൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ അത് വേറെ രീതിയിലാണ് ആ സിനിമ നിൽക്കുന്നത്. ഈ സിനിമയും ഇത് രണ്ട് സുഹൃത്തുക്കളാണ്. അപ്പം അതാണ് അതിൽ കോമൺ ആയിട്ടുള്ളൊരു തീരുമാനത്തിൻ്റെ ഒക്കെ കാരണം. ഞാനും അങ്ങനെ തന്നെയാണ്. അതെ, ഇപ്പൊ ഐശ്വര്യ പറയുന്ന പോലെ തന്നെ അത് ആദ്യം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്ലാനിൽ ഉണ്ടായിരുന്നല്ല. അപ്പൊ സൗഹൃദത്തിന്റെ ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അങ്ങനെ നിന്നിട്ടാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ അതിൽ അത്യാവശ്യം നല്ല വലിയൊരു സ്പേസിലേക്ക് എത്തിയിട്ടുണ്ട് ആ സിനിമ. ഷർഫുദ്ദീന് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കുറെ സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ട് കുറെ സിനിമകൾ കിട്ടിയ ആളെന്നായിരുന്നു. പക്ഷെ പിന്നീടാണ് അധ്വാനം കൊണ്ടും കൂടി സിനിമകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഒരാൾക്ക് സുഹൃത്ത് ബന്ധങ്ങൾ ഒന്നും തന്നെ ഇല്ലാന്ന് വിചാരിക്കാം. അതിരിനെ എടുത്തൊക്കെ അതിരി കണ്ടന്റ് ക്രിയേറ്റർ മാത്രമാണ്, അധികം സുഹൃത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല. പതുക്കെ ആയിരിക്കണം അദ്ദേഹം അത് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ടാലന്റ് ആണോ സുഹൃത്ത് ബന്ധമാണോ, ഏതാ നമ്മൾ എളുപ്പത്തിൽ സിനിമയിൽ നിർത്തുക? ടാലന്റ് ഉണ്ടാവണം, പിന്നെ സുഹൃത്തുക്കളും ഉണ്ടാവണം, എല്ലാം ഉണ്ട്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എപ്പോഴും ടാലന്റ് തന്നെയാണെന്നാണ്. എൻട്രി വിൽ ബി ഫ്രം ഫ്രണ്ട്സ്, ബട്ട് കൺസിസ്റ്റൻസി എപ്പോഴും ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തു പോകുന്നതിന് നമ്മൾക്ക് കിട്ടുന്ന കോൾസ്. ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയ കോൾസ് ഒക്കെ നല്ലതായിരുന്നു. അങ്ങനെയുള്ളൊരു അതൊരു ഗുണമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. ഗാർഡിയുടെ ഡയറക്ടർ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. പോയി വർക്ക് ചെയ്ത് ഇയാളെക്കൊണ്ട് വല്ലാത്ത ശല്യായാലും ആ അവസ്ഥ അത്ര രസമൊന്നുമല്ല. കാരണം അവർക്കറിയാം, പച്ചയ്ക്ക് പറയാൻ പറ്റുമല്ലോ. സാധാരണ ഡയറക്ടേഴ്സ് പറയുന്ന പോലെ ആർട്ടിസ്റ്റിനെ ബുദ്ധിമുട്ടിക്കാതെ പറയാം, അങ്ങനെയൊന്നുമില്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു.